ലോകത്തെ മാറ്റിമറിക്കാൻ കായിക വിനോദത്തിനാകും. അതുപോലെ ലോകത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള ഒന്ന് തന്നെയാണ് കായിക വിനോദം. നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോര് 1.6 ബില്യൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. അതിൻ്റെ ആഹ്ലാദത്തിൻ്റെ കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻ ട്രോഫി മത്സരം വീക്ഷിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ ഇങ്ങനെ പല സ്ഥലങ്ങൾ ക്യാമ്പ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ആഘോഷങ്ങളെല്ലാം അങ്ങനെ തന്നെ വലിയ ആഘോഷത്തിലാണ്. പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വീക്ഷിക്കാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോളി ആഘോഷത്തിൻ്റെ ഒരു വലിയ ഒരു ആരവം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെമി ഉറപ്പിക്കാൻ ഇന്ത്യയും നിലനിൽപ്പിനായി പാകിസ്ഥാനുമാണ് ഇന്നിറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ആ മത്സരം വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാകുന്ന പാകിസ്ഥാന് തന്നെയാണ്. സെമി ഉറപ്പിക്കാൻ ഇന്ന് ഇന്ത്യക്കും ജയിച്ചേ മതിയാകും. ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ ന്യൂസിലാൻഡിനോട് 60 റൺസിന് തോറ്റാണ് പാകിസ്ഥാൻ ഇന്നത്തെ മത്സരത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മത്സരം വളരെ നിർണായകമാകുന്നു. പക്ഷേ ജനങ്ങൾക്കും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള ജനങ്ങൾക്കും ഇതൊരു വലിയ ആവേശം തന്നെയാണ്. ഈ ഒരു ക്രിക്കറ്റ് മാമാങ്കം ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വ്യത്യസ്തമായ രീതിയിൽ സ്റ്റേഡിയത്തിൽ പോയി കാണാൻ പറ്റുന്നവർ, അങ്ങനെ ഇനി അല്ലാത്തവർക്ക് പല സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യം. ദുബായിയുടെ പല ഭാഗങ്ങൾ, മറീനയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മറീനയിൽ ബരാസിയിലാണ് ഞാനുള്ളത്. ഇവിടെ ശരിക്കും ഹോളിയുടെ ഒരു ആഘോഷവും ക്രിക്കറ്റിൻ്റെ ഒരു ആവേശവും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും.